ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി നാളെ. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിലും പ്രചാരണത്തിൽ. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിതല യോഗം ഇന്ന്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിവിധയിടങ്ങളിൽ സംയുക്ത സമിതികളുടെ സമരം. കനത്ത ചൂടിൽ സംസ്ഥാനം. ഉഷ്ണതരംഗം വിവിധ ജില്ലകളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30-ന്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി നാളെ. മെയ് 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. 5ാം ഘട്ടത്തിൽ ബീഹാർ, ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ്. നാളെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിക്കുന്നതോടെ മറ്റന്നാൾ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും. മെയ് 6-ആണ് പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസം. അതേസമയം ആദ്യ 2 ഘട്ടത്തിലെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട അന്തിമ കണക്കുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. 1ാം ഘട്ടത്തിൽ 66.14%, 2ാം ഘട്ടത്തിൽ 66.71%മാണ് പോളിംഗ്. രാജസ്ഥാനിൽ അജ്മീർ ലോക്സഭാ മണ്ഡലത്തിലെ നൻസി ഗ്രാമത്തിൽ ഒരു പോളിംഗ് ബൂത്തിൽ റീപോളിംഗ് നടക്കുന്നു. രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് റീപോളിംഗ്. കഴിഞ്ഞ മാസം 26-ന് 2ാം ഘട്ടത്തിലാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം ശക്തമായി മുന്നേറുന്നു. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഗുജറാത്തിലെ ആനന്ദിൽ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ജുനഗഡ്, ജാംനഗർ തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് പ്രചാരണം നടത്തും. മുതിർന്ന BJP നേതാക്കളായ രാജ്നാഥ് സിംഗ് ബീഹാറിലെ സരൺ, സുപൌൾ എന്നിവിടങ്ങളിലും അമിത്ഷാ ഉത്തർപ്രദേശിലെ ബറൈലി, ബെദയൂൺ, സീതാപൂർ ജില്ലകളിലും പൊതുറാലികളെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് കർണാടകയിലെ ഷിമോഗയിൽ പ്രചാരണം നടത്തും. മധ്യപ്രദേശിലെ മൊറേനയിൽ നടക്കുന്ന യോഗത്തിൽ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി സംസാരിക്കും. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം അനിവാര്യമെന്ന് KSEB ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് മന്ത്രിതല യോഗം ഇന്ന്. ലോഡ് ക്രമാതീതമായി കൂടിയാൽ 11 kV ഫീഡറുകളിൽ വൈദ്യുതി വിതരണം നിലയ്ക്കുമെന്നും കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് പലയിടത്തും വൈദ്യുതി മുടങ്ങാൻ ഇതാണ് കാരണമെന്നും KSEB അറിയിച്ചു. വൈദ്യുതി നിലയ്ക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടല്ലെന്നും അധികൃതർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം ഇന്നു മുതൽ ആരംഭിക്കാനിരിക്കെ CITU, INTUC, BMS സംഘടനകളുടെ പ്രതിഷേധം ശക്തമാകുന്നു. CITU, INTUC, BMS സംഘടനകളുടെ കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം. ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണവുമായി മുന്നോട്ടു പോകുമെന്നും ബഹിഷ്കരണം പിൻവലിക്കില്ലെന്നും സമരം ശക്തമായി തുടരുമെന്നും CITU പ്രഖ്യാപിച്ചിരുന്നു. ബഹിഷ്കരണത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെയോടെ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ നിശ്ചലമായി. RT ഓഫീസിലെ സേവനങ്ങളോട് സഹകരിക്കില്ലെന്നും CITU വ്യക്തമാക്കിയിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതി സംസ്ഥാനത്തുടനീളം ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. കൊല്ലത്ത് ആശ്രാമം മൈതാനത്തെ ടെസ്റ്റ് ഗ്രൌണ്ടിൽ ഡ്രൈവിംഗ് സ്കൂളുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനാൽ ടെസ്റ്റ് നടത്താനായില്ല. കാറുകളും മറ്റ് ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ബസിനുള്ളിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായതിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസ്താവനയിൽ പറഞ്ഞു. മേയറുടെ ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ് ബസിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോയെന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 2025-ലെ പത്മ അവാർഡുകൾക്കുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ആഭ്യന്തര മന്ത്രാലയം. നാമനിർദ്ദേശങ്ങൾ നൽകാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 15-ആണ്. അപേക്ഷകൾ awards.gov.in എന്ന പോർട്ടൽ വഴി ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. റിപ്പബ്ലിക് ദിനത്തിൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും. ജമ്മുകശ്മീരിൽ സാംബ ജില്ലയിലെ ബോർഡർ പോസ്റ്റ് റീഗലിൽ ഇന്നലെ രാത്രി ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിച്ച പാക് നുഴഞ്ഞുകയറ്റക്കാരനെ അതിർത്തി സുരക്ഷാ സേന വധിച്ചു.
അതിർത്തിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞെങ്കിലും വീണ്ടും ശ്രമം തുടർന്ന ഇയാൾക്ക് നേരെ സൈനികർ വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണം ഉണ്ടായിട്ടില്ല. സ്ഥിതിഗതികൾ വിലയിരുത്താൻ BSFന്റെയും സുരക്ഷാ ഏജൻസികളുടെയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ അടുത്ത 24 മണിക്കൂറും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗം വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ, കൊല്ലം ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ നിലനിൽക്കുന്ന ഉഷ്ണതരംഗ സാഹചര്യം വളർത്തുമൃഗങ്ങളുടെ ജീവനും ഭീഷണിയാവുന്നു. വളർത്തുമൃഗങ്ങളെയും സൂര്യാഘാതമേൽക്കാതെ സംരക്ഷിക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സൂര്യാഘാതം മൂലം 30-ലധികം പശുക്കൾ ചത്തുവെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ ഔദ്യോഗിക കണക്ക്. ചത്തവയിൽ ഭൂരിഭാഗവും ക്ഷീരകർഷകരുടെ വരുമാന മാർഗമായ കറവ പശുക്കളാണ്. മേയുന്നതിനിടയിൽ ചൂട് സഹിക്കാനാവാതെ പശുക്കൾ കുഴഞ്ഞു വീണ് ചാവുകയാണെന്നാണ് കർഷകർ പറയുന്നത്. കനത്ത ചൂട് മറ്റു വളർത്തുമൃഗങ്ങളുടെ ജീവനും ഭീഷണിയാകുന്നുണ്ട്. ഇതിനു പുറമെ കന്നുകാലികൾക്ക് വിവിധ രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉയർന്ന ചൂട് പശുക്കളുടെ പ്രത്യുൽപാദനക്ഷമതയെ ബാധിക്കുന്നത് ക്ഷീരമേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കും. പാലുൽപാദനത്തിലും ഈ കാലയളവിൽ വലിയ കുറവാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. കത്തുന്ന ചൂട് തീറ്റപ്പുൽ ലഭ്യതയെ ബാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഉഷ്ണതരംഗത്തിൽ വളർത്തുമൃഗങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശം നൽകി. മലപ്പുറത്ത് സൂര്യാഘാതമേറ്റ് ഒരാൾ മരിച്ചു. മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് മരിച്ചത്. കൂലിത്തൊഴിലാളിയായ ഇദ്ദേഹം ഇന്നലെ ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെയാണ് അന്ത്യം. ജലസ്രോതസ്സുകൾ പരിപോഷിപ്പിക്കുന്നതിനായി ഇന്നു മുതൽ 5 ദിവസത്തേക്ക് നിയന്ത്രിത അളവിൽ പാലക്കാട് മംഗലം അണക്കെട്ടിൽ നിന്ന് കനാലിലൂടെ വെള്ളം തുറന്നുവിടുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചു. ഈ വെള്ളം ജലസേചനത്തിനോ ഇതര ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ 1-ാമതും ഹൈദരാബാദ് 5-ാം സ്ഥാനത്തുമാണ്. ഇന്ത്യൻ ചെസ് പ്രതിഭ വൈശാലി രമേഷ് ബാബുവിന് വനിതാ ഗ്രാൻഡ് മാസ്റ്റർ പദവി നൽകി അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ. ഈ നേട്ടം സ്വന്തമാക്കുന്ന 3ാമത്തെ താരമാണ് വൈശാലി. കൊനേരു ഹംപി, ഹരിക ദ്രോണവല്ലി എന്നിവരാണ് ഇതിനു മുൻപ് ഇന്ത്യൻ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കിയത്. ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് വൈശാലി. പ്രശസ്ത പിന്നണി ഗായിക ഉമാരമണൻ ചെന്നൈയിലെ വസതിയിൽ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. 3 പതിറ്റാണ്ടിലേറെ കാലം നീണ്ട സംഗീത സബരിയിലൂടെ 6000-ലധികം കച്ചേരികൾ അവതരിപ്പിച്ചു. തമിഴിലെ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ഉമയുടെ ശബ്ദത്തിൽ പിറന്നിട്ടുണ്ട്. ഇളയരാജയോടൊപ്പം 100ഓളം പാട്ടുകൾ ഉമ പാടിയിട്ടുണ്ട്. 1977 ശ്രീകൃഷ്ണലീല എന്ന ഗാനത്തിലൂടെയാണ് ഉമ പിന്നണി ഗാന രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം നാളെ വരെ ദീർഘിപ്പിച്ചു. മെയ് മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക. മെയ് 4-5 തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കുമെന്നും പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷൻ അറിയിച്ചു. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 267 പോയിന്റ് ഉയർന്ന് 74,750-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 80 പോയിന്റ് നേട്ടത്തിൽ 22,685-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 6,625 രൂപയും പവന് 560 രൂപ കൂടി 53,000 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിലും പ്രചാരണത്തിൽ. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിതല യോഗം ഇന്ന്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ പരിഷ്കരണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിവിധയിടങ്ങളിൽ സംയുക്ത സമരസമിതികളുടെ സമരം. കനത്ത ചൂടിൽ സംസ്ഥാനം. ഉഷ്ണതരംഗം വിവിധ ജില്ലകളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.